ഇന്നത്തെ ടോപ്പിക് ടെന്നീസ് എൽബോനെ പറ്റിയാണ്. അതായത് നമ്മുടെ കൈമുട്ടിൻ്റെ പുറവശത്ത് ഈ ഭാഗത്ത് പെയിനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, നമ്മളുടെ മസിൽ എല്ലിൽ വന്ന് പിടിപ്പിക്കുന്ന ഭാഗമാണിത്. ലാറ്ററൽ എപ്പിക്കോണ്ടലൈറ്റിസ് എന്ന് പറയും. അതായത് മസിലിന്റെ മുകളിൽ ഓവറായിട്ട് ലോഡിങ് വരുമ്പോൾ ആണ് ഈ പെയിൻ വരാം. വേറെ രീതിയിൽ പറഞ്ഞാൽ ബോഡിക്ക് താങ്ങാൻ പറ്റാത്ത ലെവലിൽ ലോഡിങ് വന്നാൽ പെയിൻ വരും. സോ ഒന്നെങ്കിൽ ഓവറായിട്ട് ലോഡിങ് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മസിലിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ടാവാം. നൗ ഇത് വരാൻ കാരണം ടെന്നീസ് എൽബോ. സോ വൺ റീസൺ ടെന്നീസ് കളിക്കുന്ന ആൾക്കാർക്ക് വരുന്നൊരു ഇഞ്ചുറിയാണ്. ബട്ട് ഒരു വീട്ടമ്മയുടെ നിലയ്ക്ക് ഈ തുണി പിടിയുക, അല്ലെങ്കിൽ ഭാരങ്ങൾ പൊന്തിക്കുക, അല്ലെങ്കിൽ ഈ റിസ്റ്റ് മൂവ്മെന്റ്സ് അല്ലേ, ഇപ്പം ഈ ആശേരി മാറ്റ പോലെ ആക്ഷൻ, സ്ക്രൂ ഡ്രൈവർ തിരിക്കുക, പിന്നെ നെറ്റിങ്, ഗാർഡനിങ്. വേറെ രീതിയിൽ പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് സ്ട്രെയിൻ വരുമ്പോൾ ചെറുതായിട്ട് ഈ മസിലിൻ്റെ അവിടെ ലോഡിങ് വന്നുകൊണ്ടിരിക്കും. മസിൽ ലോഡിങ് വരുമ്പോൾ എന്താ പറ്റുക, ചെറുതായിട്ട് ടയർ വരും. ആ ടയർ കാരണമാണ് ഈ പെയിൻ വരുന്നത്. ഇതിന് സിംറ്റംസ് എന്തൊക്കെയാണ്? നമുക്ക് എങ്ങനെ അറിയാം നമുക്ക് ടെന്നീസ് എൽബോ ഉണ്ടെന്ന്? നല്ല വേദന വരും, ഒരു പോച്ചൽ വരാൻ സാധ്യതയുണ്ട് ഈ സൈഡിലത്തെ. പിന്നെ പിടുത്തം, വീക്ക്നെസ് വരും, നമുക്കൊരു ഗ്രിപ്പ് ഉണ്ടാവില്ല, പെട്ടെന്ന് സ്ലിപ്പ് ആവുന്ന പോലെ ഒരു ഫീലിംഗ് വരും. പിന്നെ നമുക്ക് ഈ തിരിക്കാൻ തുണി പിടിക്കുക, അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ തിരിക്കാം. പിന്നെ നാലാമത്തെ ഇവിടെ ഞെക്കുമ്പോൾ നല്ല പെയിൻ വരും. നമുക്ക് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാം? അത് ഞാനൊരു ടെസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം. കൈ നേരെ വെക്കുക, മുട്ട് സ്ട്രേറ്റ് ആക്കിയിട്ട്, പിന്നെ റിസ്റ്റ് ജോയിന്റ് സ്ട്രേറ്റ് ആക്കിയിട്ട് നമ്മളുടെ വിരലൊന്ന് അമർത്തിയാൽ മതി. പക്ഷെ വിരൽ മടങ്ങാൻ പാടില്ല, സ്ട്രേറ്റ് ആയിട്ട് പിടിക്കണം. മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് കുറച്ച് നേരം പിടിക്കാം. ടെന്നീസ് എൽബോ ആണെങ്കിൽ പെയിൻ വരാൻ തുടങ്ങും കൈയുടെ മുട്ടിൻ്റെ അവിടെ. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് റെസ്റ്റ് കൊടുക്കാം, ഐസ് വെക്കാം, ഗുളിക കഴിക്കാം, പിന്നെ ബെൽറ്റ് കെട്ടാം, പിന്നെ കുറച്ച് സ്ട്രെച്ചിങ് സ്ട്രെങ്തനിങ് എക്സസൈസസ് ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് മാറാനാണ്. ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്രേസ് ഈ ബെൽറ്റൊക്കെ കെട്ടിയാൽ നമുക്ക് സ്ഥിരമായിട്ട് ഇടാൻ പറ്റില്ല. അത് പറയുന്നത് കോസ്മെറ്റിക്കലി, അതായത് പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഫംഗ്ഷനിലേക്ക് നമുക്ക് എന്തായാലും ഇടാൻ പറ്റില്ല, അത് ഭയങ്കര ഓടാവില്ല. സോ ഇത് ഏറ്റവും ബെസ്റ്റ് സംഭവം റെസ്റ്റും ഫിസിയോതെറാപ്പിയും. റെസ്റ്റ് എന്ന് വെച്ചാൽ 4 കാര്യങ്ങൾ ഒഴിവാക്കണം. ഭാരങ്ങൾ പൊന്തിക്കരുത്, ഈ ട്വിസ്റ്റിങ് ആക്ഷൻ ഒഴിവാക്കുക, പിന്നെ ഈ വെള്ളം ഒഴിക്കുന്ന ആക്ഷൻ ഒഴിവാക്കുക, പിന്നെ ഈ ബൈക്ക് അല്ലെങ്കിൽ 2 വീലർ ഓടിക്കുന്ന ആക്ഷൻ ഒഴിവാക്കുക. ചുരുക്കി പറഞ്ഞാൽ കൈ ഒടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടെന്ന് വിചാരിച്ചാൽ മതി. അതിൻ്റെ കൂടെ സ്ട്രെച്ചിങ് എക്സസൈസസ് ഉണ്ട്, അതായത് ഫിസിയോതെറാപ്പി എന്ന് പറയും. സോ നേരത്തെ പറഞ്ഞ പോലെ റെസ്റ്റ് എടുത്തിട്ടും മസിലിൻ്റെ ശക്തി കൂട്ടിയിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാം? ഇത് വരാതിരിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം നമ്മുടെ ടെക്നിക്കാണ്. ഇപ്പം നമ്മൾ ജിം അടിക്കുമ്പോൾ, വെയിറ്റ് പൊന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ടെന്നീസ് കളിക്കുമ്പോൾ ടെക്നിക്ക് കറക്റ്റ് ആണെങ്കിൽ ഈ ഇഷ്യൂ വരില്ല. പിന്നെ ഏത് എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് നല്ല വാമപ്പ് വേണം. പിന്നെ ഓവറായിട്ട് ടൈറ്റായി പിടിക്കാതിരിക്കാൻ നോക്കാം. ഈ പിന്നെ റിപ്പീറ്റേറ്റീവ് ടാസ്ക് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ആശാരിമാരുടെയോ അല്ലെങ്കിൽ ഈ ഹെവി ജോലി ചെയ്യുന്ന ആൾക്കാർ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്താൽ മതി. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ചെയ്തിട്ടും പെയിൻ മാറിയില്ലെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിക്കാം. സോ ചുരുക്കി പറഞ്ഞാൽ ഇൻ കൺക്ലൂഷൻ, ഇത് ടെന്നീസ് എൽബോ ഒരു സ്പോർട്സ് ഇഞ്ചുറി മാത്രമല്ല. യൂഷ്വലി ഇപ്പോൾ വീട്ടമ്മമാരും സാധാരണ ആൾക്കാർക്ക് വരുന്നൊരു ഇഞ്ചുറിയാണ്, ആൻഡ് ഇറ്റ് ഇസ് പ്രിവെൻറ്റബിൾ. ആസ് ഓൾവേസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ബെനിഫിഷ്യലായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.